അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. പെൺകുട്ടികളുടെ പേരുമായി ബന്ധപ്പെട്ട് സംസാരിക്കും ഉമർ റളിയല്ലാഹുവിൻ്റെ ചരിത്രത്തിൽ ഒരു ഭാഗം ഞാൻ പറഞ്ഞിരുന്നു. അവിടെ ആ പിതാവ് ആ കുട്ടിക്ക് പേരിട്ടത് ജുഅൽ എന്നായിരുന്നു, അഥവാ കരിവണ്ട് എന്നർത്ഥം വരുന്നത്. നമ്മൾ കരിക്കട്ട എന്നൊക്കെ പറയില്ല, അതുപോലെ കരിവണ്ട് എന്നർത്ഥം വരുന്ന ഒരു പേരായിരുന്നു ഇട്ടത്. അതേപോലെ കുട്ടിക്ക് ഖുർആൻ പഠിപ്പിച്ചില്ല, കുട്ടിക്ക് നല്ലൊരു മാതാവിനെ തെരഞ്ഞെടുത്തില്ല. അങ്ങനെ അപ്പോൾ അവസാനം കുട്ടി പറയാണ്, ഉമർ റളിയല്ലാഹു പറയാണ്, നിങ്ങളെ ആ കുട്ടി ദ്രോഹിക്കുന്നതിന് മുമ്പ് നിങ്ങൾ അവനെ ദ്രോഹിച്ചിരിക്കുന്നു എന്ന് പറയുന്നുണ്ട് അവിടെ. അപ്പോൾ ഇവിടെ നമ്മൾ മനസ്സിലാക്കണം, നല്ല പേരിടുക കുട്ടികൾക്ക് എന്നത് വലിയൊരു ഇമ്പോർട്ടൻ്റായ കാര്യമാണ്. അപ്പോൾ നമുക്ക് ആൺകുട്ടികളുടെ പേരുമായി ബന്ധപ്പെട്ട അല്പം 100ഓളം പേരുകൾ ഞാൻ പറയാം. അതിൽ ഇഷ്ടമുള്ളതിന് മാത്രം നിങ്ങൾ അർത്ഥം നോക്കുക. അതേപോലെ ആദ്യം നമ്മൾ ഏറ്റവും നല്ല പേര് അബ്ദുള്ള എന്ന പേരാണ് ഏറ്റവും നല്ല പേര് ആൺകുട്ടികൾക്ക്. അള്ളാഹുവിൻ്റെ അടിമ എന്നാണ് അബ്ദുള്ള എന്ന് പറഞ്ഞ അർത്ഥം. അതേപോലെ എല്ലാ പേരിൻ്റെ അർത്ഥം ഞാൻ പറയുന്നത്, നിങ്ങൾ ഇഷ്ടമില്ലാതിൻ്റെ അർത്ഥം മാത്രം നോക്കിയാൽ മതി. ഇപ്പോൾ അബ്ദുള്ള, അബ്ദുറഹ്മാൻ, അതേപോലെ അബ്ദുറഹീം, അബ്ദുൽ മലിക് എന്ന് പേരിടുക, അബ്ദുൽ അസീസ്, അബ്ദുൽ ഖാദിർ. ചില ആൾ ഖാദിറാക്കാറുണ്ട്, പക്ഷേ ഖാദിർ എന്നാണ്. അബ്ദുൽ ഖാദിർ, അബ്ദുൽ ഹക്കീം, അബ്ദുൽ സലാം, അബ്ദുൽ കരീം, പിന്നെ അബ്ദുൽ റഊഫ് എന്ന് പേരിടാറുണ്ട്, റഊഫ്. അതുപോലെ അബ്ദ് ചേർത്തുകൊണ്ടുള്ള അള്ളാഹുവിൻ്റെ പേരുകളാണ്, അതുകൊണ്ട് ചേർത്തുള്ള പേരുകൾ. അതുപോലെ ജമാൽ എന്ന് പേരിടുക നിങ്ങൾ, ജമാൽ ഭംഗിയുള്ളവൻ എന്നർത്ഥത്തിൽ. അതേപോലെ മുഹമ്മദ്, അഹമ്മദ് പ്രവാചകന്മാരുടെ പേരുകളിടുക. അപ്പോൾ ഇത് പറയുമ്പോൾ ഞാൻ സലാത്ത് ചെല്ലാത്തത്, ഇപ്പോൾ നമ്മളുടെ പേര് മാത്രമാണ് ഇവിടെ ഉദ്ദേശിക്കുന്നത്. അതുപോലെ ഇബ്രാഹിം, ഇസ്മായിൽ, ഇസ്ഹാഖ്, മൂസ, ഈസ, യൂനുസ്, യൂസുഫ്, യഹ്യ, അങ്ങനെയുള്ള പേരുകൾ, ആദം, സുലൈമാൻ, ദാവൂദ്, ഇദ്രീസ്, അയ്യൂബ്. ഇതൊക്കെ നല്ല നല്ല പേരുകളാണ്, പ്രവാചകന്മാരുടെ പേരുകളാണ്. ഇതൊക്കെ നിങ്ങൾ സെർച്ച് ചെയ്തിട്ട് നല്ല അർത്ഥം, പ്രവാചകന്മാരുടെ പേരുകളും അള്ളാഹുവിൻ്റെ നാമവുമായി ചേർത്ത് പറയുന്ന പേരുകളും നമുക്കതിൻ്റെ അർത്ഥങ്ങളും കാര്യമായി അർത്ഥം നോക്കിയില്ലെങ്കിലും നല്ല നല്ല പേരുകളാണ്. അതേപോലെ സഹാബിമാരുടെ പേരുകൾ, അബൂബക്കർ സിദ്ദീഖിൻ്റെ നമുക്കറിയാം, അബൂബക്കർ സിദ്ദീഖ്. അപ്പോൾ സിദ്ദീഖ് എന്നിട, ഉമർ എന്നിട, ഉസ്മാൻ എന്നിട, അലി എന്നിട, ബിലാൽ എന്നിട. എൻ്റെ ഒരു മകൻ്റെ പേര് ബിലാൽ എന്നാണ്. ബിലാൽ ഇബ്നു റബാഹിൻ്റെ ചരിത്രം നിങ്ങൾ കേൾക്കേണ്ടതാണ്, നല്ല മനോഹരമായ ചരിത്രം. ഞാൻ മുമ്പ് ഒരു ചാനലിൽ ഞാൻ പറഞ്ഞിട്ടുണ്ട്. അതേപോലെ ഹംസ, എൻ്റെ പേര് ഹംസ. ഖാലിദ് ബിൻ വലീദിൻ്റെ ചരിത്രം നിങ്ങൾ കേട്ട് കാണും ചിലപ്പോൾ. ഖാലിദ് ബിൻ വലീദ് ധീരനായ യോദ്ധാവ്. അതേപോലെ സയ്യിദ് നിട, സഅദ് നിട, ത്വൽഹ, സുബൈർ, അനസ്, സുബൈർ ബിൻ അവ്വാം നിങ്ങൾ കേട്ടിട്ടുണ്ടാവും. അനസ്, ജാബിർ, മുആദ്, സൽമാൻ അൽ ഫാരിസി. ഇൻഷാ അല്ലാഹ് നമുക്ക് നമ്മുടെ ചാനലിൽ തന്നെ സൽമാൻ അൽ ഫാരിസിയുടെ ചരിത്രം ഒരിക്കൽ വിശദീകരിക്കണം. നല്ല ചരിത്രമാണ് അദ്ദേഹത്തിൻ്റെ, ഭയങ്കര പാഠങ്ങളുള്ള ചരിത്രം. അഫ്രാസ്, അയാൻ, അതുപോലെ അഫ്സൽ, അമീൻ, യാസീൻ എന്ന് പേരിടാറുണ്ട് ചില ആളുകൾ, യാസീൻ എന്നിട. അർഷാദ്, അൻവർ, അജ്മൽ, അഫ്നാൻ, ആദിൽ, ആരിഫ്, ആസിഫ്, ആമിർ, അസീം, ഹാഷിം എന്നിടാറുണ്ട് ചില ആളുകൾ. ആതിഫ്, ഫായിസ്, ഫർഹാൻ, ഫൈസൽ, ഫഅദ്, ഫാസിൽ, ഫുആദ്, റയാൻ, റഫാൻ, റിസ്വാൻ എന്നിടാറുണ്ട്. അതുപോലെ റാഷിദ്, റഷീദ്, സാജിദ്, സായിദ്, സമീർ എന്നാക്കാറുണ്ട് ചില, സമീർ എന്നാണ് ശരിക്കും പേര്. സനദ്, സാബിർ, അതുപോലെ ബഷീറം വ നസീറ എന്നുള്ള സുബ്ഹാനല്ലാഹ് ഖുർആനിൽ പല വാർത്ത പറഞ്ഞിട്ടുണ്ട്. ബഷീർ, നസീർ. ബഷീർ ഞാൻ എല്ലാം കാണുന്നവൻ, നസീർ ഞാൻ കേൾക്കുന്ന, അങ്ങനെ അർത്ഥത്തിൽ. അതേപോലെ നബീൽ, നദീം, നിഹാൽ, നിഹാൻ, നബാൻ, നഹീം, മിൻഹാജ്, മിഷൽ, മുസ്തഫ, മിഖ്ദാദ്, മുഅ്മിൻ, മുഅ്സിൻ. അബ്ദുൽ മുഹ്സിൻ നിങ്ങൾ കേട്ടിട്ടുണ്ട്, ഒരു വലിയ അറിയപ്പെട്ട പണ്ഡിതനാണ്. ഷാഹിൻ, ഷഹീം, ഷഫീഖ്, ഷാഹിദ്, ഹിലാൽ, ഹാദി, ഹാരിസ്, ഹാഷിം കുടുംബം നമ്മൾ പറയാറില്ലേ. ഹൈദർ, ഇൻഫാൻ, ഇൽഹാം, ഇബ്സാൻ, ജാസിം, തസ്നീം, താഹിർ, ഫായിസ്. അതുപോലെ ഫാസിഫ് എന്നിടാറുണ്ട്. അത് എന്താ എൻ്റെ അർത്ഥം എന്ന്, വർണ്ണിക്കുന്നവൻ, ഗുണമുള്ളവൻ എന്നർത്ഥത്തിൽ. വലീദ്, വസീം, കമാൽ,
സഹാബിമാരുടെ പേരുകളും ഇതൊക്കെ ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കുക, നിങ്ങൾ നോക്കുക. ഇൻഷാ അല്ലാഹ്. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.